മലയാള സിനിമയിൽ കഴിവുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ഉർവശി. തമിഴ് സിനിമയായ മുന്താനൈ മുടിച്ചു എന്ന ചിത്രത്തിലൂടെ നായികാരങ്ങേറ്റം കുറിച്ച നടി മലയാളത്തിൽ പിന്നീട് സൃഷ്ടിച്ചത് ചരിത്രമായിരുന്നു. ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഉർവശി. തമിഴിലും മലയാളത്തിനും പുറമെ തെലുങ്കിലും കന്നഡയിലും അഭിനയിച്ച നടി തെന്നിന്ത്യയിൽ തന്നെ പേരുകേട്ട നടിയാണ്. 1995 കഴക്കം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നടിയെ തേടിയെത്തിയിരുന്നു. മമ്മൂട്ടി നായകനായി എത്തിയ എതിർപ്പുകൾ എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ ഉർവശി ആദ്യമായി നായികയായി എത്തിയത്. 5 തവണയോളം മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ ഒരു തവണ തമിഴ്നാട് സർക്കാർ മികച്ച നടിക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചു. അച്ചുവിന്റെ അമ്മ ചിത്രത്തിൽ മികച്ച സഹനടിക്കുള്ള അവാർഡും ലഭിച്ചിരുന്നു. അരവിന്ദിന്റെ അതിഥികൾ, വരനെ ആവശ്യമുണ്ട്, എൻ്റെ ഉമ്മാന്റെ പേര് തുടങ്ങി ഇന്നും സിനിമയിൽ സജീവമാണ് ഉർവശി. ഒരു കാലത്ത് മോഹൻലാലും ഉർവശിയും ഹിറ്റ് ജോഡികളായിരുന്നു. മിഥുനം, അഹം, യോധ, ഭരതം, വിഷ്ണുലോകം, ലാൽ സലാം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഇരുവരും അഭിനയിച്ചിട്ടുണ്ട്. ഫെക്കയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് വച്ച് നടന്ന ചലച്ചിത്ര തൊഴിലാളി സംഘത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ ഉർവശി മോഹൻലാലുമൊത്ത ലാൽ സലാം സെറ്റിലുണ്ടായ അനുഭവം വിവരിച്ചതാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. തനിക്ക് കിട്ടിയ ക്ഷണങ്ങളിൽ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞു വന്ന പരിപാടിയാണിതെന്ന് ഉർവശി പറയുന്നു. എത്ര നേരത്തെ വന്ന് ഇവിടെ ഈ പരിപാടിയിൽ കുത്തിയിരിക്കാനും എനിക്കൊരു മടിയുമില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഹൗസുകളാണ്. പണ്ടൊന്നും സിനിമാ സെറ്റുകളിൽ 90% ബ്രേക്ക് ഉണ്ടാവില്ല. വിശന്നിരിക്കേണ്ടി വരും. ലാലേട്ടനെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണെന്ന് ഉർവശി പറയുന്നു. ലാൽ സലാമിൻ്റെ ഷൂട്ടിനിടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല ഇമോഷണലായിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ എനിക്ക് വിശക്കുന്നു ലാലേട്ട, ഞാനിപ്പോൾ തലയിറങ്ങി വീഴും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട ലാലേട്ടൻ പതുക്കെ പ്രൊഡക്ഷനിലെ ആളെ വിളിച്ച് ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരിയും മാങ്ങാക്കറിയും എല്ലാം കൂടിയിട്ട് ഇളക്കി ഒരു സ്പൂണിട്ട് കൊടുക്കാൻ പറയും. എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടെ വെയിലത്ത് നിൽക്കാതെ ഒരു കുട മറച്ചു തരും. ഇരിക്കാൻ പ്രത്യേകിച്ച് കസേരയൊന്നും കാണില്ല. എന്നിട്ട് ഒളിച്ചു നിന്നിട്ട് വേഗം കഴിച്ചു തീർക്കുകയാണ്. ഞാൻ എപ്പോഴും അത് ഓർക്കും. 40 വർഷം പ്രൊഡക്ഷൻ വിളമ്പിത്തന്ന ആഹാരം കഴിച്ചു എന്നത് സാധാരണ കാര്യമാണോ? അതുപോലെ ഇവിടുത്തെ സാരഥികൾ സിനിമയിലേക്ക് വരുന്ന ആദ്യ പാലം അവരാണ്. വണ്ടിയിലിരുന്ന ഉടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താണ്, ദേഷ്യമുള്ളതാണോ, പ്രൊഡ്യൂസർ എങ്ങനെ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ പറഞ്ഞ് അറിയാൻ പറ്റുമെന്നും ഉർവശി പറയുന്നു.